Good morning, students. Keam 2020 ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. First question matrix ലെയാണ്. If A is equal to 6, 2, 7, minus 5 and A minus B is equal to minus 2, 1, 4, minus 9. നമുക്ക് B കണ്ടുപിടിക്കണം. ഇവിടെ 5 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് നോക്കണം. ഇവിടെ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. എയിൽ നിന്ന് A minus B കുറച്ചാൽ നമുക്ക് എന്താ കിട്ടണേ? B കിട്ടും. എയിൽ നിന്ന് A minus B കുറച്ചാൽ നമുക്ക് എന്താ കിട്ടണേ? B കിട്ടും. അപ്പോൾ എ എന്ന മെട്രിക്സിൽ നിന്ന് A minus B കുറയ്ക്കുക. 6ൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് -2 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ? 8 കിട്ടും. ഇവിടെ ഫസ്റ്റ് 8 വരുന്ന ആൻസർ ഏതാണ്? ബി എന്നൊരു ആൻസറും ഉണ്ട്, ഡി എന്നൊരു ആൻസറും ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഒന്നല്ലെങ്കിൽ ബി ആയിരിക്കാം അല്ലെങ്കിൽ ഡി ആയിരിക്കാം. ഇനി 7ൽ നിന്ന് 4 കുറച്ച് നോക്കിയേ. 7 4 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടണേ? 3 കിട്ടും. ആ 3 എവിടെയാ വന്നെ? ഇവിടെയാണ്. അപ്പൊ ആൻസർ 380. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു അല്ലെ? വളരെ ലളിതമാണ് ആൻസർ. അപ്പൊ A minus B എന്ന് പറഞ്ഞാൽ ബി. അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്സ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ 3 എലിമിനേറ്റ് ഇല്ല, ബാക്കി 2 ഉള്ളൂ. ആ 2 ഒന്നും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി കേട്ടോ. അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The value of the determinant. The value of the determinant BC, CA, AB, AQ, BQ, CQ. Then 1 by A, 1 by B, 1 by C is, and the answer is A raised to 5 minus 1. B answer A square BC plus AB square C plus ABC square. C answer C AB into A plus B plus C. Then T എന്നുള്ളത് A raised to 4, B raised to 4, C raised to 4, A plus B plus C. E എന്നുള്ളത് 0. ഇങ്ങനെ 5 ഓപ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്യണം. ഡിറ്റർമിനന്റ് എന്താണ്? ബി സി സി എ ബി എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് 1 by A 1 by B 1 by C. ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റില് ബി സി സി എ ബി, അടുത്തത് എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ്, എല്ലാത്തിനും ഒരു കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. എ ക്യൂബ് വന്നു കഴിഞ്ഞാൽ ബി ക്യൂബ് സി ക്യൂബ്, 1 by A വന്ന 1 by B 1 by C, ബി സി വന്ന സി എ ബി. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോണ മാർഗം വളരെ ലളിതമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോളത്തിനെ നമ്മൾ എ കൊണ്ട് ഗുണിക്കുക. ഫസ്റ്റ് കോളത്തിനെ എ കൊണ്ട് ഗുണിക്കുക. എ കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 1 by ഇവിടെ എഴുതണ്ടേ? എഴുതാം. അപ്പൊ ഫസ്റ്റ് കോളത്തെ എ കൊണ്ട് ഗുണിക്കുമ്പോൾ എ ബി സി എ റേസ്റ്റ് 4 then 1 വരും. ഫസ്റ്റ് കോളത്തെ നമ്മൾ എ കൊണ്ട് ഗുണിച്ചു. എ കൊണ്ട് ഗുണിച്ചുമ്പോൾ ഒരു 1 by A പുറത്തിടണം. 1 by A എ ബി സി എ റേസ്റ്റ് 4 1. ഇനി സെക്കൻഡ് കോളത്തെ നമ്മൾ ബി കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര വരും? എ ബി സി ബി റേസ്റ്റ് 4 1. അപ്പൊ ഇവിടെ എന്ത് വരും? ഒരു ബി വരുത്തണം. മൂന്നാമത്തെ കോളത്തിനെ നമ്മൾ സി കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? എ ബി സി, ഇവിടെ സി റേസ്റ്റ് 4, ഇവിടെ എന്ത് വരും? നമുക്ക് 1 by. അപ്പൊ ഇവിടെ സി എഴുതാം. 1 by എ ബി സി എ ബി സി എ ബി സി എ ബി സി എ റേസ്റ്റ് 4 ബി റേസ്റ്റ് 4 സി റേസ്റ്റ് 4 1 1 1. ഇനി ഇത് നോക്കിയേ, ഫസ്റ്റ് റോയില് എ ബി സി കോമൺ ആയിട്ടുണ്ട്. ആ എ ബി സി നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ എ ബി സി ബൈ എ ബി സി then 1 1 1 എ റേസ്റ്റ് 4 ബി റേസ്റ്റ് 4 സി റേസ്റ്റ് 4 1 1. ഇവിടെ നോക്കിയേ, ഈ ഡിറ്റർമിനന്റിൽ 2 കോളംസ് 2 റോസ് ഐഡന്റിക്കൽ ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, if 2 rows or columns are identical then the values will be 0. therefore the answer എന്താണ്? the answer will be 0. അപ്പോൾ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഇ എന്ന ഓപ്ഷൻ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇവിടെ എന്താണ് ചെയ്തത്? നമ്മള് ഫസ്റ്റ് കോളത്തെ നമ്മൾ ആദ്യം എ കൊണ്ട് ഗുണിച്ചു, അപ്പൊ പുറത്തൊരു എ എഴുതി. രണ്ടാമത്തെ കോളത്തെ ബി കൊണ്ട് ഗുണിച്ചു, പുറത്തൊരു ബി എഴുതി. മൂന്നാമത്തെ കോളത്തെ നമ്മൾ സി കൊണ്ട് ഗുണിച്ചു, പുറത്തൊരു. അപ്പൊ 1 by എ ബി സി ഇൻറ്റു ഇങ്ങനെ എഴുതി. എന്നിട്ട് എ ബി സി നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ 2 റോ ഐഡന്റിക്കൽ ആയിട്ട് വന്നു. therefore by the property of determinant, if 2 rows or columns are identical then its value will be 0. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എഴുതിയെടുത്തോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Next question.
if the matrix 1 2 minus 1 minus 3 4 k minus 4 2 6 is singular, then the value of k, the options എന്തൊക്കെയാണ്? A3 P4 C5 D6 E7. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. മെട്രിക്സ് എന്താണ്? 1 2 minus 1 minus 3 4 k minus 4 2 6. ഇതാണ് മെട്രിക്സ്. ആ മെട്രിക്സ് ഒരു സിംഗുലർ മെട്രിക്സ് എന്ന് പറഞ്ഞേക്കണം. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകം എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എ എന്നുള്ളത് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് എ 0 അല്ലെങ്കിലോ അത് നോൺ സിംഗുലർ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മെട്രിക്സ് സിംഗുലർ ആണെന്നാണ് തന്നിരിക്കുന്നത്. മെട്രിക്സ് സിംഗുലർ, ഡിറ്റർമിനന്റ് എ 0. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 2 minus 1 minus 3 4 k minus 4 2 6. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. 1 into ഇവിടെ ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ഒഴിവാക്കി കഴിയുമ്പോൾ 24 minus 2k, then minus 2 into ഈ കോളം റോ ഒഴിവാക്കി കഴിയുമ്പോൾ minus 18 plus 4k. ഫസ്റ്റ് ഈ 2 വെച്ച് ഗുണിച്ച് കഴിയുമ്പോൾ ഈ കോളവും ഈ റോയും നമ്മൾ ഒഴിവാക്കുന്നു. 16 minus 4k. അടുത്ത കേസിൽ minus 1 into then ഈ കോളവും റോ ഒഴിവാക്കി കഴിയുമ്പോൾ minus 6 then plus 16. That is equal to എത്രയാണ് നോക്കിയേ? 24 minus 2k minus ഇവിടെ നമ്മൾ ഗുണിച്ച് കഴിയുമ്പോൾ നമുക്ക് 36 വരും. ഇവിടെ നമുക്ക് എത്ര വരും? minus 8k വരും. ഇവിടെ നമുക്ക് minus 6 plus 16 minus 6 plus 16 എത്രയാണ്? plus 10 ആണ്. അപ്പൊ minus 10 ഈക്വൽ ടു എത്രയാ വരുന്നത്? ഇത് സിംഗുലർ ആയതുകൊണ്ട് ഈക്വൽ ടു 0. ഇവിടെ 24 36 എത്രയാണ്? 24 36 60. 60 നിന്ന് 10 കുറച്ച് എത്ര കിട്ടും? 50. ഇവിടെ minus 2kയും minus 8kയും അപ്പൊ എത്ര വരും? 10k. That is equal to 0. അപ്പൊ 50 is equal to 10k. Therefore k യുടെ വാല്യൂ എത്രയാണ്? 50/10. Therefore k യുടെ വാല്യൂ 5. 5 എന്നുള്ള വാല്യൂ ഉണ്ടോ നോക്കിയേ? ആൻസർ സി, ഓപ്ഷൻ സി 5. വളരെ ലളിതമായിട്ട് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഡിറ്റർമിനന്റ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടി എന്താണ്? ഒരു മെട്രിക്സ് സിംഗുലർ ആണ് എങ്കിൽ ഡിറ്റർമിനന്റ് എ എന്നുള്ളത് 0 ആയിരിക്കും. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ നോൺ സിംഗുലർ ആയിരിക്കും. ഇവിടെ സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം, ഈക്വൽ ടു 0 കൊടുക്കുക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കെയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ. ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ.